അവസാനം നടന്ന ഒരു സംഭവമാണ് വോട്ട് കച്ചവടം, അല്ലെങ്കിൽ വോട്ട് ചോരി. രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് അദ്ദേഹം നടത്തുന്ന പോരാട്ടം ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടം. ഇപ്പോൾ മഹാദേവപുരയുടെ സംഭവം നമുക്കറിയാമല്ലോ. അതായത് ബാംഗ്ലൂർ സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ 6 ഏതാണ്ട് 82,000 വോട്ടിന് ലീഡ് ചെയ്ത സ്ഥാനാർത്ഥി മഹാദേവപുരയിലെത്തിയപ്പോൾ 1.25 ലക്ഷത്തിന് ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം താഴേക്ക് പോവുകയും 32,000 വോട്ടിന് മൻസൂർ അലി ഖാൻ എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചാർജുള്ള AC സെക്രട്ടറി പരാജയപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1.25 ലക്ഷം? അതായത് 5 പേർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഫ്ലാറ്റുകളിൽ 315 വോട്ട് വരെ ചേർത്ത്. അപ്പോൾ അത് വ്യാജനല്ലേ? ഇന്നലെ മറുപടി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം ഈ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സ്വന്തം വീട്ടു നമ്പറില്ലാത്ത വോട്ടർമാരുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത്. എന്നാൽ ബീഹാറിൽ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ആരാ ഉള്ളതറിയൊക്കെ UP-കാരാണ്. ബീഹാറിലെ വോട്ടർമാരെയൊക്കെ മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് രാഹുൽ ഗാന്ധി അവരോടൊപ്പം ചായ കുടിച്ചത്. ബീഹാറിൻ്റെ വോട്ടർമാരൊക്കെ മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് UP നാളെ കൊണ്ടുവരിക ചേർക്കാൻ. അപ്പോൾ ശുദ്ധമാണോ വോട്ടർ പട്ടിക? ഈ വോട്ടർ പട്ടിക എങ്ങനെ ശുദ്ധീകരിക്കാൻ നിന്നാൽ നാളെ ഏറ്റവും ബാധിക്കുന്ന കേരളത്തിനെയാണ്. മറ്റൊന്നുമല്ല, ഇവിടെയൊക്കെ ഒരു വീട്ടിലൊരാളെങ്കിലും ഗൾഫിലുണ്ട്. അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കും. ഇപ്പോൾ അവരൊക്കെ ഇലക്ഷന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നത്. എനിക്കറിയാം, ഞാൻ മത്സരിച്ചപ്പോഴും ഷാഫി മത്സരിച്ചപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ എത്ര നമ്മുടെ നാട്ടുകാരിവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു. എന്നാൽ ഇന്നത്തെ ഈ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ വോട്ടൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കും. നമ്മൾ പ്രവാസികൾക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അവർക്ക് അവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാം. ഞാൻ പാർലമെൻറ്റിൽ ചോദിച്ചപ്പോൾ കിരൺ റിജിജു പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് അതിനോട് അനുഭാവമുണ്ട്. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴവർ ശ്രമിക്കുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുന്ന അവസ്ഥയിലേക്ക് കേരളം തന്നെ പോവുകയാണ്. നമ്മളാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ വോട്ട് കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നലെ വരെ കരുതിയതെന്താ, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, എവിടെയൊക്കെ സാക്ഷരതയൊക്കെയുള്ള നാടാണ്, കേരളത്തിലേക്ക് ബാധിക്കില്ല. എന്നാൽ ബാധിച്ച കണ്ടിട്ട് തൃശ്ശൂർ. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഇന്നല്ല, ഇലക്ഷന് മുമ്പ് തന്നെ UDF-ന്റെ ലെറ്റർ പാഡിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുന്നു എന്ന് അന്ന് എഴുതി കൊടുത്തു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച് 29-30 ബൂത്തുകൾ ആയി. ഒരു ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ വോട്ടറുടെ പേര് കൃഷ്ണൻ, സൺ ഓഫ് രാമൻ. അടുത്ത ഫ്ലാറ്റുകാരുടെ ഇവരാരാ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഇവിടെ ഒരു രാമനെയും കണ്ടിട്ടില്ല, ഒരു കൃഷ്ണനെയും കണ്ടിട്ടില്ല. എന്നാൽ ഈ പേരുകാരൻ ഐഡന്റിറ്റി കാർഡ് ആയിട്ട് വോട്ട് ചെയ്യാൻ വരികയാണ്. എന്തിനേയും പറയുന്നു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി, അതാണല്ലോ വോട്ട് ചെയ്ത ഇനത്തിൻ്റെ മാന്റന്മാരെന്ന് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരന് 2 വോട്ട്. ഒന്ന് ജന്മനാടായിട്ട് ഇരവിപുരത്ത്, കൊല്ലത്തെ ഇരവിപുരത്ത് വോട്ട്, തൃശ്ശൂരിലും വോട്ട്. ഈ 2 ഐഡന്റിറ്റി കാർഡ്. നമ്മുടെ നാടോടിക്കാറ്റിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഒരു ദിവസം ഓഫീസിൽ പുതിയ മാനേജരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വരുന്ന വേഷമുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ മാനേജർ ചോദിക്കുകയാണ്, ഇന്നലെ വരെ കണ്ണാട ഇല്ലാത്തത് അതിനെന്താ കണ്ണട വെച്ചത്? അപ്പോൾ മോഹൻലാൽ പറയുകയാണ്, ഇന്നലെ രാത്രി പെട്ടെന്ന് കണ്ണാകെ പഴുത്തുപോയി, ഇപ്പം ചീഞ്ഞ് നാറും, അതുകൊണ്ടാണ് ഞാൻ കണ്ണട കഴിക്കാത്തത്. ശ്രീനിവാസനാണെങ്കിൽ താടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസനോട് ചോദിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് താടി വളരുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ അനിയൻ ഇരവിപുരത്ത് താടിയുള്ള ഫോട്ടോവും ഐഡന്റിറ്റി കാർഡ്. തൃശ്ശൂരിലെത്തിയപ്പോൾ ക്ലീൻ ഷേവിൻ്റെ ഫോട്ടോ. ഞാൻ ചോദിക്കുന്നത്, ഇത് തന്നെ ക്രിമിനൽ കുറ്റമല്ലേ? ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് നമ്മൾ ഒരു സ്ഥലത്ത് വോട്ട് മാറ്റുക, ആ പഴയ സ്ഥലത്തെ ഐഡന്റിറ്റി കാർഡ് സറണ്ടർ ചെയ്തിട്ട് വേണം പുതിയ കാർഡ് വാങ്ങാൻ. എങ്ങനെ ഒരാൾക്ക് 2 ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി?
ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു 70 കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, അതിന് അവിടം വരെ പോണ്ട, തൃശ്ശൂർ തന്നെയുണ്ട് ഉദാഹരണം. 2 ഐഡൻറ്റിറ്റി കാർഡ് വെച്ച്. പിന്നെ ഇവിടെ മറ്റേ സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ. ഇതെല്ലാം അന്നത്തെ ജില്ലാ കളക്ടറോട് ഞങ്ങൾ പരാതി പറഞ്ഞ, റിട്ടേണിംഗ് ഓഫീസറോട്. അതെല്ലാം തള്ളി. അത് കഴിഞ്ഞ് പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെ തടഞ്ഞു വെച്ചു UDF-കാർ. അവിടെയും റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, വോട്ട് ചെയ്യാതിരിക്കാൻ, അവരെ വോട്ട് രേഖപ്പെടുത്താതെ തിരിച്ചയക്കാൻ സാധ്യമല്ല. പക്ഷെ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ് പോയി. അപ്പോൾ ഇതിൻ്റെ ഏർപ്പാട് മനസ്സിലായി. ഇപ്പോൾ വ്യാജ വോട്ടർമാരെ ചേർത്ത് ഇലക്ഷൻ ജയിക്കുന്ന സമ്പ്രദായം ദോഷം പറയരുതല്ലോ. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BLOമാർ എന്ത് ചെയ്യായിരുന്നു വോട്ട് ചേർക്കുമ്പോൾ? BLOമാർ മഹാഭൂരിപക്ഷം NGO യൂണിയൻകാരായിരുന്നു. അവരെന്തുകൊണ്ട് തടഞ്ഞില്ല? LDF-ന്റെ സ്ഥാനാർത്ഥി എഴുതി കൊടുത്തല്ലോ സുനിൽകുമാർ. പല വോട്ടർമാരുടെ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത്, ഈ വോട്ട് മാത്രം ചേർത്താൽ 3/4 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ വന്നു എന്നാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അതിന് മറുപടിയുണ്ട്. അതായത് അന്ന് BJP-യുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശൻ എന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു 3 ഘട്ടങ്ങളിലായിട്ടാണ്, 3 രീതിയിലാണ് നടപ്പാക്കിയത്. ഒന്ന്, വ്യാജ വോട്ട് ചേർത്തപ്പോൾ LDF-ൻ്റെയും UDF-ൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ അടുത്തേക്ക് ഓടിയെത്തി. രണ്ടാമത്, പൂരം കലക്കിയപ്പോൾ മുന്നോട്ട് നീങ്ങി. സാമുദായിക നേതാക്കന്മാരുമായി നടത്തിയ സംഭാഷണങ്ങളും സ്ഥാനാർത്ഥിയുടെ താരപരിവേഷവുമായപ്പോൾ 3/4 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം. വളരെ ക്ലിയറാണ്. ഇനിയിപ്പോൾ വേറെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ അവസ്ഥയെങ്കിൽ, ഇതാണ് നാളെ ബംഗാളിൽ അവർ തുടങ്ങാൻ പോവാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നാളെ ബംഗാൾ, അടുത്ത ദിവസം തമിഴ്നാട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്